ഒരു ഞായറാഴ്ച ദിവസം ഏകദേശ സമയം എന്നത് 11 മണിയായിരുന്നു. തിരുവനന്തപുരത്ത് അലങ്കാര ചെടി കടയിലായിരുന്നു വിനീതയുടെ ജോലി. ഞായറാഴ്ച അവധി ദിവസം കൂടിയായിരുന്നു. എങ്കിൽ പോലും വിനീത കടയിൽ വന്നത് ചെടികൾ നനയ്ക്കുന്നതിനാണ്. പക്ഷെ ചെടികൾ വാങ്ങുവാനായി ആളുകൾ കടയിൽ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കടയിൽ ആരെയും കണ്ടില്ല. പിന്നീട് അവർ കടയുടെ മുൻവശത്ത് വെച്ചിരുന്ന ബോർഡ് ശ്രദ്ധിച്ചു. ആ ബോർഡിന്റെ നമ്പറിൽ അവർ വിളിക്കുകയും ചെയ്തു. തുടർന്ന് കടയുടമ ജോലിക്കാരെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കടയുടമ വിനീതയുടെ ഫോണിൽ തുടർച്ചയായി വിളിക്കുന്നുണ്ട്. പക്ഷെ വിനീത ഫോൺ കോൾ ഒന്നും എടുത്തില്ല. പിന്നീട് അയാൾ കടയിലെത്തി വ്യാപകമായി പരിശോധനകൾ നടത്തി. പക്ഷെ അസ്വാഭാവികമായ തരത്തിൽ ഒന്നും തന്നെ കടയുടമയ്ക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, കുറച്ച് മുൻപ് വരെ വിനീത തന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ശരിക്കും കടയുടമയ്ക്ക് ഭയമായി. തുടർന്ന് മറ്റു ജീവനക്കാരെ വിളിച്ചു വരുത്തി കൂടുതൽ തിരഞ്ഞു. ഈ തിരച്ചിലിനൊടുവിൽ കടയുടമ കാണുന്നത് കെട്ടിടത്തിന്റെ പിൻവശത്ത് വലകൊണ്ട് മൂടിയ വിനീതയുടെ മൃതശരീരമായിരുന്നു. മാത്രമല്ല, കഴുത്തിലെ ഞരമ്പ് മുറിച്ച് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. മൃതദേഹം കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്ന കടയുടമ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് കാര്യവും പറഞ്ഞു. പോലീസിന്റെ പരിശോധനയിൽ വ്യക്തമായ കാര്യം എന്നത് ഇതൊരു കൊലപാതകം തന്നെയെന്നായിരുന്നു. എന്നാൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുകയുണ്ടായിരുന്നു. ആരാണ് ഈ കൊലപാതകം ചെയ്തത്? എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത്? തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു പോലീസിന് മുന്നിൽ അവശേഷിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കൊലപാതകം നടന്നത് ശരിക്കും നഗരത്തോടടുത്തുള്ള പ്രദേശത്താണ്. കൂടാതെ കട സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ ഇരുവശത്തും നിരവധി വീടുകളുമുണ്ട്. അതിനാൽ കൃത്യമായ ആസൂത്രണം ചെയ്താണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഒരാളുടെ പോലും കണ്ണിൽ പെടാതെയാണ് കുറ്റവാളി ഈ കുറ്റകൃത്യം നടത്തിയത്. മാത്രമല്ല, CCTV ഇല്ലാത്തതിനാൽ കടയിൽ ആരൊക്കെയാണ് വന്നു പോയതെന്ന കാര്യത്തിലും ഒരു വ്യക്തതയുമില്ല. അന്വേഷണത്തെ തുടർന്ന് പോലീസ് നായ കടയുടെ പിറകിലെ മതിൽ ചാടി കാടിന്റെ ഉള്ളിലേക്ക് കയറി. പക്ഷെ തുടർന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നായ നിൽക്കുകയായിരുന്നു. തുടർന്ന് CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് കൂടുതലും അന്വേഷണം നടത്തിയത്. തുടർച്ചയായ അന്വേഷണത്തിനൊടുവിൽ ഒരു CCTVയിൽ ഒരാൾ മുഖം മറച്ചു പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ മുഖം വ്യക്തമല്ലാത്തതിനാൽ ആളെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ അയാൾ പോയ വഴികൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ആദ്യം അയാൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്തു. തുടർന്ന് ഓട്ടോറിക്ഷയിലാണ് അയാൾ യാത്ര ചെയ്തത്. തുടർന്ന് ഒരു ചായക്കടയിൽ നിന്നാണ് ഇയാൾ അപ്രതീക്ഷിതനാകുന്നത്. പിന്നീട് പോലീസ് ഇയാളുടെ രേഖാചിത്രവുമായി ചായക്കടയിൽ എത്തിയപ്പോഴാണ് അയാൾ ചായക്കടയിലെ ജോലിക്കാരനാണെന്ന് മനസ്സിലായത്. കൊലപാതക ശ്രമത്തിനിടെ കയ്യിലേറ്റ മുറിവ് കാരണം ജോലിയിൽ നിന്നും അവധിയെടുത്ത് ഇയാൾ പോവുകയായിരുന്നു. ഇയാളുടെ താമസ സ്ഥലം പോലീസ് പരിശോധിച്ചപ്പോൾ ഇയാളുടെ ആധാർ കാർഡ് പോലീസിന് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് മനസ്സിലായത് ഇയാൾ മലയാളിയല്ല, മറിച്ച് തമിഴ്നാട് സ്വദേശിയാണെന്നായിരുന്നു. പിന്നീട് പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു. കുറ്റവാളിയുടെ പേര് രാജേന്ദ്രൻ എന്നായിരുന്നു. തമിഴ്നാട് പോലീസിൽ നിന്നും ഇയാളെക്കുറിച്ച് ലഭിച്ച വിവരങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. രാജേന്ദ്രൻ എന്ന വ്യക്തി ശരിക്കും കൊടും കുറ്റവാളിയാണ്. ഇയാൾ 4 കൊലപാതക കേസുകളിലെ പ്രതിയുമാണ്. 2014 ഇയാൾ കൊടും ക്രൂര കൊലപാതകമാണ് നടത്തിയത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഇയാൾ കൊന്നത്. ഈ വർഷം തന്നെ ഇയാൾ തമിഴ്നാട്ടിലെ കസ്റ്റംസ് ഓഫീസറെയും കൊലപ്പെടുത്തുകയുണ്ടായി. വിനീതയുടെ കഴുത്തിലെ മാല ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇയാൾ വിനീതയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ ഉദ്ദേശത്തോടെ മറ്റൊരു സ്ത്രീയെ ലക്ഷ്യം വെച്ച് വന്നതായിരുന്നു. പക്ഷേ ഇയാൾ പിന്തുടർന്ന സ്ത്രീയെ കാണാതായി. തുടർന്ന് ഇയാളുടെ ശ്രദ്ധയിൽ വിനീതപ്പെട്ടു. തുടർന്ന് ഇയാൾ കടയിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കുകയും ചെടി വാങ്ങാനെന്ന വ്യാജേന കടയിലേക്ക് കയറുകയുമായിരുന്നു. പക്ഷേ ഇയാളുടെ പെരുമാറ്റത്തിൽ വിനീതയ്ക്ക് സംശയമുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറാൻ വിനീത ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മറ്റൊരു കാര്യം എന്നത്, രാജേന്ദ്രൻ കൊലപ്പെടുത്തുന്നത് പ്രത്യേക രീതിയിലാണ്. തുണികൾക്കുള്ളിൽ ഒളിപ്പിച്ചാണ് ഇയാൾ ആയുധം വെക്കുന്നത്. മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഇയാൾ ഇരകളുടെ കഴുത്ത് മുറിക്കും. വിനീതയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ഇയാൾ വിനീതയുടെ കഴുത്തിലെ മാലയെടുത്തു. ശേഷം മൃതദേഹം വലകൊണ്ട് മൂടി കടയുടെ പിൻവശത്ത് ഒളിപ്പിച്ചു. ഇയാൾ ഇതിനു മുമ്പ് നടത്തിയ കൊലപാതകങ്ങളിലും രാജേന്ദ്രൻ ഈ രീതി തന്നെയാണ് ഉപയോഗിച്ചത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇയാൾ മുൻപ് ചെയ്ത കൊലപാതകങ്ങളിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അതിന് പിന്നിലെ പ്രധാന കാരണം തെളിവുകളുടെ അഭാവമായിരുന്നു.